മണിക്കൂറിൽ 200 കിലോമീറ്റർ മാക്സിമം 170-200 കിലോമീറ്ററിനകത്ത് വരുന്ന 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ കൊണ്ട് തിരുവനന്തപുരം പൂജപ്പുരയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഒരു 6.5 കിലോമീറ്റർ അണ്ടർഗ്രൗണ്ടിലൂടെ പോയി അവിടെ നിന്ന് കണ്ണൂർ വരെ മേൽപ്പാലങ്ങളിലൂടെ പോകുന്ന ഒരു അതിവേഗ ട്രെയിനിനെ കുറിച്ച് ഇ ശ്രീധരൻ വിഷ്വലൈസ് ചെയ്തിരുന്നു. മെട്രോ മാൻ ഇ ശ്രീധരൻ അവർ മെട്രോ ചെയ്തിരുന്നു. അതിൻ്റെ രേഖ തയ്യാറായിട്ടുണ്ട്. 60,000 കോടി രൂപയാണ് അതിൻ്റെ മൊത്തം ചെലവ് വരുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം പോലെ തന്നെ അത് നേരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെയും കണക്ട് ചെയ്യും. കരിപ്പൂര് മലപ്പുറത്തുള്ള കോഴിക്കോടുള്ള ഭാഗമായിട്ടുള്ള കരിപ്പൂരുള്ള വിമാനത്താവളത്തെയും കണക്ട് ചെയ്യും. കണ്ണൂർ വിമാനത്താവളത്തെയും കണക്ട് ചെയ്യും. അപ്പം 4 വിമാനത്താവളങ്ങളെയും കളക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളിലുള്ളവർക്ക് ഇതിൽ കയറാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു മൊബിലിറ്റി കൂടെ വെച്ചുകൊണ്ടുള്ള 60,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇ ശ്രീധരൻ അവർ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് ഒരു ഗവൺമെൻറ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. CDSലെ ഡയറക്ടറും അതുപോലെ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ആക്ടിവിസ്റ്റായിട്ടുള്ള ശ്രീധരനും അതുപോലെ തന്നെ മറ്റ് 2 പേരും അടങ്ങുന്ന സാമ്പത്തിക വിദഗ്ധരും ഒക്കെ അടങ്ങുന്ന ഗതാഗത സെക്രട്ടറിയൊക്കെ ഉൾപ്പെടെയുള്ള 4 അംഗങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പാരിസ്ഥിതിക വിഷയവും സാമ്പത്തിക വിഷയമൊക്കെ പരിശോധിക്കാൻ അവർക്ക് ഈ റിപ്പോർട്ട് ഇ ശ്രീധരൻ കൈമാറിയിട്ടുണ്ട്. അതിൽ 60,000 കോടി രൂപയിലെ 40% തുകയും ക്രൗഡ് ഫണ്ടിങ് വഴി വരും. ബാക്കി കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ പങ്കുണ്ട്, കേരള സർക്കാരിൻ്റെ പങ്കുണ്ട്. നിലവിലുള്ള റെയിൽവേയെ ബാധിക്കാത്ത നിലയിലാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ണൂർ വരെയാണ് ഇതിൻ്റെ പരിപാടി. 5 വർഷം കൊണ്ട് തീരും എന്നാണ് പറയുന്നത്. ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല. ഇനി വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തൊക്കെ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാം. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ആവശ്യമുണ്ട്. എത്ര സമൂഹത്തിന് ഇത് കുഴപ്പം വരാമെന്നുള്ള സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, സാമൂഹ്യ ആഘാത പഠനം ആവശ്യമുണ്ട്. അങ്ങനെ വളരെ വലിയ, കാരണം മെട്രോ ശ്രീധരൻ എന്ന് പറയുന്ന അവർകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊങ്കൺ റെയിൽവേയോട് കൂടിയാണ് ഇന്ത്യയിൽ വളരെ പ്രസിദ്ധനായത്. അതിനുശേഷം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് കൊണ്ട് ഇന്ദിരാഗാന്ധി തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് പോവുകയും ഡൽഹി മെട്രോ കോർപ്പറേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ ദീർഘകാലം അതിൻ്റെ ചെയർമാനായിട്ടും അതിൻ്റെ CEO ആയിട്ടൊക്കെ ഇരിക്കുകയും MD ആയിട്ടൊക്കെ പല പൊസിഷനുകളുണ്ട് അവിടെ, അതിലെല്ലാം ഇരിക്കുകയും അതിനുശേഷം ഡൽഹിയിൽ മെട്രോ വരികയും രാജ്യത്ത് പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ കൊച്ചിയിലടക്കം മെട്രോ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വലിയ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന ഇ ശ്രീധരൻ അവർകളാണ് ഈ പ്രപ്പോസൽ തയ്യാറാക്കിയത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓൺ എയറാണ്, റെഡിയായി നിൽക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ സബ് കമ്മിറ്റി ഇത് പരിശോധിച്ച് ഗവൺമെൻറ്റിന് ആവശ്യമായ നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ ശ്രീധർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം എഞ്ചിനീയറാണ് ബേസിക്കലി, പക്ഷേ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹമുണ്ട്. പിന്നെ ഈ CDSൻ്റെ ഡയറക്ടറുണ്ട്, വീരമണി എന്ന മറ്റുമാണ് പേര്, അദ്ദേഹമുണ്ട്. പിന്നെ വേറെ 2 പേരുണ്ട്, ഗതാഗത സെക്രട്ടറി മറ്റൊരാളും. അപ്പോൾ 4 വിഷയം, അതായത് സാമ്പത്തിക വിഷയം, പരിസ്ഥിതി വിഷയം, ഇങ്ങനെ 4 വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി 4 പേരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന റിപ്പോർട്ടായിരിക്കും ഇതിൻ്റെ ഒരു ഫൈനൽ, ഇതിൻ്റെ ഒരു പച്ചക്കൊടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിനുശേഷം ചിലപ്പോൾ വലിയ ജനകീയ ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. കാരണം ഈ സിൽവർ ലൈൻ വന്നപ്പോൾ, KRAയിൽ വന്നപ്പോൾ വലിയ ചർച്ചയും വലിയ ആശങ്കകളും കേരളത്തിൽ സംഭവിച്ചു. സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വലിയ ആശങ്ക പറഞ്ഞു. മാത്രമല്ല മഞ്ഞക്കുറ്റിയിടൽ എന്ന് പറയുന്നത് വലിയൊരു ശാപം തന്നെയായിട്ട് കേരളത്തിൽ വന്നു. ആളുകളുടെ അടുക്കളയിൽ അവരോട് പോലും അനുവാദം ചോദിക്കാതെ രാവിലെ ഉറക്കൊഴിക്കുമ്പോൾ പോലീസും റവന്യൂ അധികാരികൾ വരുന്നു, ആ വീട്ടുകാരോട് മാറിയിരിക്കാൻ പറയുന്നു, മഞ്ഞക്കുറ്റി ഇട്ടിട്ട് പോകുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് റെയിൽവേയുടെ സ്ഥലമാണ്, പിറ്റേന്ന് മുതൽ അത് റെയിൽവേ സ്ഥലമാക്കി മാറ്റി. അങ്ങനെ വളരെ മോശം, എല്ലാ സർവേ നമ്പറുകളെല്ലാം അറസ്റ്റ് ചെയ്യുക, അത് സീസ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് കല്യാണം നടത്താൻ പറ്റില്ല, അത് ലോൺ എടുക്കാൻ പറ്റത്തില്ല, പിന്നെ വിൽക്കാൻ പറ്റത്തില്ല, ഭാഗപത്രം കൊടുക്കാൻ പറ്റത്തില്ല. വലിയ കൺഫ്യൂഷനിലേക്ക് പോയതാണ് ഈ മഞ്ഞക്കുറ്റി ചരിത്രം. പക്ഷെ അതെല്ലാം കൂടെ ആളുകൾ വലിച്ചെറിഞ്ഞ് തോട്ടിൽ കളഞ്ഞു. അവസാനം ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നപ്പോൾ മഞ്ഞക്കുറ്റി എല്ലാം എടുത്തുകൊണ്ട് പോയി എല്ലാവരുടെ പ്രമാണമൊക്കെ തിരിച്ചു കൊടുത്തു, സീസ് ചെയ്തതൊക്കെ മാറ്റി അവരവരുടെ സ്വത്ത് അവരവർക്കായി. അവിടെ നിന്നാണ് പുതിയ ഒരു പദ്ധതി വരുന്നത്. അതിനകത്ത് 6.5 കിലോമീറ്റർ ടണലും ബാക്കി ഉയർന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഭൂമിക്ക് വലിയ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പിന്നെ സ്ഥലം ആളുകൾ വിട്ടുകൊടുക്കണമല്ലോ, ഈ മുകളിലൂടെ പോകാനുള്ള മേൽപ്പാലത്തിൽ. ആ സ്ഥലം കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് താഴെയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലീസിന് തന്നെ തിരിച്ചു കൊടുത്ത് അവർക്ക് വേണമെങ്കിൽ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. താമസം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഈ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്ന് പറയുന്ന പുതിയ പരിപാടി വരുന്നു. എന്തായാലും ഈ ശ്രീധരൻ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ആ പദ്ധതി വരുമോ? വരികയാണെങ്കിൽ നല്ലൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്. അതിവേഗ പാത വരികയും ചെയ്യും. KRAയിൽ വരും കേട്ടോ, KRAയിൽ വരുന്നുമില്ല.
മുകളിൽ കൂടി കേരയിൽ, അതിൻ്റെ മുകളിൽ കൂടി മെട്രോ, താഴെക്കൂടെ കേരയിൽ, മുകളിൽ കൂടി മെട്രോ, ഏറ്റവും താഴെ കൂടി വാട്ടർ മെട്രോ, വെള്ളത്തിൽ കൂടി, ഇതെല്ലാം കൂടി തൃക്കാക്കര സംഗമിക്കും. അപ്പോൾ തൃക്കാക്കര ഇലക്ഷനിൽ ശ്രീ പിണറായി വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, വെള്ളത്തിൽ കൂടി വാട്ടർ മെട്രോ, കരയിൽ കൂടി കേരയിൽ മെട്രോ, കേരയിൽ ഉയരക്കൂടി നമ്മുടെ മെട്രോ, ഇതെല്ലാം കൂടി തൃക്കാക്കര സംഗമിക്കും. എന്തൊരു അടിപൊളി സ്വപ്നമാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ മൈൻഡ് ചെയ്തില്ല. 2 പ്രാവശ്യവും ഉമാ തോമസിനെ തന്നെ ജനങ്ങൾ ജയിപ്പിച്ചു. അവർ 2ാം തവണയും MLA ആണ്, PT തോമസ് അന്തരിച്ചു പോയ സ്ഥലത്ത്. അതുകൊണ്ട് ജനം അത് മൈൻഡ് ചെയ്തില്ല. ജനം പറഞ്ഞു തൽക്കാലം ഇത് സംഗമിക്കേണ്ട, ആവശ്യമുള്ള മാത്രം മതി എന്ന് പറഞ്ഞു. എന്തായാലും കേരയിൽ വരില്ല കേട്ടോ, പക്ഷേ അതിവേഗ റെയിൽവേ വരും.